ഇന്ന് ഒരു മഹത് വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. അതിലൊരുപാട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുക എന്നത് എൻ്റെ ജീവിതത്തിലെ വളരെ വലിയൊരു നേട്ടമായി തന്നെ ഞാൻ കരുതുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ, എൻ്റെ വിജയൻ അങ്കിൾ. ഇതുവരെ ഒരുപാട് പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തത്. അതിൻ്റെ ഭയങ്കര ടെൻഷൻ എനിക്കുണ്ട്. ആദ്യം തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരായി നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വരുന്നതിന് മുമ്പേ അങ്കിള് ക്ഷമിക്കുന്നത് എനിക്കറിയാം, പക്ഷെ എന്നാലും പ്രേക്ഷകരോടൊരു സ്പെഷ്യൽ ക്ഷമ ആദ്യം ചോദിക്കണം എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒരു ഇൻ്റർവ്യൂവർ ആവാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ സാധാരണ ഒരാളിനെ അല്ല ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നുള്ളതുകൊണ്ടാണ്. അതായത് ഈ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ മേഖലയിലുള്ള എല്ലാവരും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ ഭയക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഞാനും ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുന്നത്. എൻ്റെ ഒരു വ്യക്തിപരമായ ഇതിൽ എനിക്കിതുവരെയുള്ള അങ്കിളിനോടുള്ള പരിചയം വെച്ച് നോക്കിയാൽ എൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, എൻ്റെ വിവാഹത്തിന് ശേഷം ഉണ്ടായ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ച, എനിക്കൊരു താങ്ങായി നിന്ന, എന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് സ്നേഹം നിറഞ്ഞ പുഞ്ചിരി മാത്രം തൂകിയ, എൻ്റെ പൊട്ടത്തരങ്ങൾക്ക്, ചില പൊട്ട ചോദ്യങ്ങൾക്ക് അങ്കിളിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ലാഞ്ഞിട്ട് കൂടി ഉത്തരങ്ങൾ നൽകിയ, എനിക്ക് ഏറ്റവും അധികം സ്നേഹം തോന്നുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തുകൊണ്ട് അങ്കിളിനെ മറ്റുള്ളവർ ഭയക്കുന്നു? നവ്യ ഭയക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ ഭയക്കുന്നില്ല, എന്നാലും പൊതുവെ എല്ലാവരും ഒരു ഭയം കലർന്ന, അതുപോലെ തന്നെയായിരിക്കും എല്ലാവരും കാണുന്നുണ്ടാകുക. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്കിളിനെ ഭയക്കുന്നില്ല അല്ലെ? എനിക്ക് ഭയമല്ല, എനിക്കൊരു ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം കൂടെ കലർന്ന ഒരു ഫീലാണ്. ആന്റിക്ക് പേടിയുണ്ടോ അങ്കിളിന്? ഇല്ലല്ലോ, ഒരു പേടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തിൽ ഇത്ര വർഷങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അങ്കിൾ എങ്ങനെയാണ് ഒരു എന്താ പറയുക, സാധാരണ ആൻറ്റിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ നമുക്ക് ഭാര്യ എന്നുള്ള നിലയിൽ പറ്റും, എന്നാലും അങ്കിൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ആൻറ്റിയെ എനിക്ക് കണ്ടിടത്തോളം തോന്നിയത്, വിജയൻ അങ്കിൾ എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണ് ആൻറ്റി. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആൻറ്റിക്ക് അത്രയ്ക്ക് ഒരു വോയിസ് ഉണ്ട് അങ്കിളിൻ്റെ അടുത്ത്. അപ്പം അതൊരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റ് ആണ്, അങ്ങനെ ഒരു വോയിസ് ഒരു ഭർത്താവിൽ, ഇത്രയും വലിയൊരു ഭർത്താവിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റി കാര്യങ്ങൾ അങ്കിളിനെ ധരിപ്പിക്കുക, സംസാരിക്കുക ഒക്കെ? അല്ല, കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വലിയ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല. വീട്ടിൽ രാഷ്ട്രീയമേ ഇല്ല, ഒന്നും സംസാരിക്കാറില്ല. എൻ്റെ വല്ല സംശയങ്ങൾ ചോദിച്ചാൽ പോലും അദ്ദേഹം അത് ചിരിച്ചങ്ങ് മാറുമെന്നല്ലാതെ അതിനൊരു മറുപടി തരാറില്ല. പിന്നെ ഞാനിങ്ങനെ പത്രങ്ങൾ വായിച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിച്ചു അങ്ങനെ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കുന്നല്ലാണ്ട് രാഷ്ട്രീയം ഞങ്ങൾ സംസാരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അങ്ങളൊന്നും ഇല്ല, ആരോപണങ്ങളിൽ കഴമ്പുണ്ടാവില്ല എന്നറിയാം. കാരണം അദ്ദേഹത്തെ ഒരു കഴിഞ്ഞ 32 വർഷമായി എനിക്ക് അറിയുന്നതാണ്. അപ്പം ആരോപണങ്ങൾ പിന്നെ എപ്പോഴും ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ടേ വെക്കാറു, കാല് വെക്കും. ഒരു സംസാരിക്കുമ്പോഴും പ്രസംഗത്തിൽ പോലും മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് ഒരിക്കലും പിന്നോട്ട് എടുക്കേണ്ടിയും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു അതുകൊണ്ട് അങ്ങനെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടാവില്ല എന്ന് എനിക്ക് ഇതുവരെ ഉള്ളതെല്ലാം എനിക്ക് കഴമ്പുണ്ട്. ആന്റിക്ക് ഒരിക്കലും ഈ മാധ്യമങ്ങളാൽ പലപ്പോഴും ആക്രമിക്കപ്പെടുന്ന സമയങ്ങളിലൊന്നും ആന്റിക്ക് വിഷമം വന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടാവില്ല. ചിലപ്പോഴും ഒരു ഇല്ലാത്തൊരു ഇഷ്യൂവിൻ്റെ പേര് ഒരുപാട് ചർച്ചകളിൽ വരുമ്പോൾ വെറുതെ ഇങ്ങനെ ഇല്ലാത്ത കാര്യത്തിനാണല്ലോ ഇതിങ്ങനെ ചെലവഴിക്കുന്നത്. കാരണം അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടോ അങ്ങനെ എന്തോ ഒരു പേരിൽ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സിംഗപ്പൂർ ഗവൺമെന്റുമായിട്ട് ആലോചിക്കുകയും അങ്ങനെ ഒരു അവരുടെ മറുപടിയല്ല. അപ്പൊ ഇതെല്ലാം നമുക്കറിയാലോ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഇങ്ങനെ പിന്നെ ഊർജം ചെലവഴിക്കുന്നത് എന്തിനാണ്? അത്രമാത്രമല്ല, അല്ലാതെ എനിക്ക് മറ്റൊന്നും എപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് ചിരിച്ചു തല്ലാണ്. അങ്കിളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, കാര്യങ്ങളൊന്നും ആരെയും പറഞ്ഞു കൂടുതൽ ഫോഴ്സ് ചെയ്ത് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാറില്ല. അവർ മനസ്സിലാക്കുമ്പോൾ മനസ്സിലായിക്കോട്ടെ, അത് അതിൻ്റെതായ വഴിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും അങ്കിളിനുള്ളത്. കൂടുതൽ സ്ട്രെസ് ചെയ്ത് അത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചതെന്നൊന്നും അധികം പറയാറില്ല. സത്യം എന്നായാലും തെളിയിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണോ അങ്കിൾ അതിന് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കാത്തത്, ഈ ആരോപണങ്ങൾക്കൊന്നും? അതെ, അത് ഈ ഉന്നയിക്കുന്നവർക്ക് തന്നെ
സത്യം എന്താണെന്ന് അറിയാതെയല്ല ഉന്നയിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു തെറ്റായ നിലപാട് എടുത്തു പോവുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. വേവലാതിപ്പെട്ടത് കൊണ്ടോ അതിനെപ്പറ്റി ചിന്തിച്ചത് കൊണ്ടോ അവരാ നിലപാട് ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അവർക്കിപ്പോൾ എൻ്റെ പാർട്ടിയുടെ ഒരു ചുമതലക്കാരനായി ഞാൻ നിൽക്കുന്നത് കൊണ്ട് എന്നെ ആക്രമിക്കേണ്ടതുണ്ട്. അതാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നില വേണമെന്ന് മാത്രം. അങ്ങനെയാണ് പോകുന്നത് കാര്യങ്ങൾ. എന്നാലും നമ്മൾ കൂടുതൽ ഈ മീഡിയയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നത്. മീഡിയയിൽ വരുന്ന വാർത്തകൾ അത് സത്യസന്ധമാണെങ്കിലും അല്ലെങ്കിലും അത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കള്ളങ്ങൾ അധികം പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ അത് സത്യമായി മാറും എന്ന് ഒരു പൊതുവെ ഇങ്ങനെ പറയാറുള്ളത് പോലെ പലപ്പോഴും ഈ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ചിലർക്കെങ്കിലും അത് സത്യമാണോ എന്ന് തോന്നിക്കൂടായികയുണ്ടാവും. സാധാരണ ജനങ്ങൾ ഈ ഇമേജിലല്ലേ കൂടുതൽ വിശ്വസിക്കുക? അല്ല, ഈ പറയുന്നതിൽ ഒരു ഭാഗം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ മാത്രം കാണുന്ന ആളുകളുണ്ട്. ആ മാധ്യമങ്ങൾ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടിയാൽ അത് ശരിയാണെന്ന് ധരിക്കുന്ന ചിലരുണ്ടാവും. പക്ഷെ അത് വെച്ച് നമ്മൾ വേവലാതിപ്പെടുത്തുന്ന കാര്യം അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പുറത്തു വരും. അതെ അതെ, ആ തരത്തിലെടുക്കുക എന്നുള്ളത് മാത്രമേ അതിൽ വേണ്ടതുള്ളൂ. നമുക്ക് നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകരുത്. തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ പിന്നെ ഈ പറയുന്നൊരു ആത്മധൈര്യം കിട്ടില്ല, അപ്പോൾ അത് ചോർന്നു പോകും. സാധാരണ നിലക്ക് ഇത്തരം ആരോപണങ്ങളുടെ മുന്നിൽ വിളറിപ്പോവും. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആൻറ്റിയും അങ്കിളും കൂടി എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കല്യാണത്തിൽ എങ്ങനെയാണ്? പക്ഷേ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? പക്ഷേ നിങ്ങളെ രണ്ടുപേരും കാണുമ്പോൾ അങ്ങനെയാ തോന്നുക. എന്താ അങ്ങനെ? അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ച് ക്വസ്റ്റ്യനൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ചോദിക്കും, ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നത്. കാരണം ഭയങ്കര സ്നേഹമാണ് ഞാൻ കാണുമ്പോൾ എപ്പോഴും രണ്ടാളും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നി എങ്ങനെയാണെന്ന്. എങ്ങനെ ആന്റിയുടെയും ഫാമിലിയിലെല്ലാം അങ്കിളിനെ പോലെ തന്നെയുള്ള അച്ഛനും ഒക്കെ? എൻ്റെ അച്ഛനൊരു മാഷായിരുന്നു. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. എൻ്റെ ഫാമിലി എല്ലാവരും സമര സേനാനിയാണ് എൻ്റെ അച്ഛൻ. അത് ശരി. മഞ്ചൂർ വെടിവെപ്പിലെ 2ാം പ്രതിയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോ എങ്ങനെയാണ് ഇത് കല്യാണത്തില്? കല്യാണം ഞാൻ BEdന് പോയ സമയമാണ്. അപ്പം വിജയേട്ടനവിടെ ജയിലില് അടിയന്തരാവസ്ഥക്ക് ജയിലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് അവിടെ ഞങ്ങൾ വടകരയുള്ള എടച്ചേരി ഒരു ബാലൻ മാഷുണ്ട്. ആ ബാലൻ മാഷുമായിട്ട് സംസാരിച്ചാന്ന് തോന്നിട്ട് കല്യാണത്തെക്കുറിച്ച്. ബാലൻ മാഷ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഞങ്ങളൊരു പാർട്ടി സഖാവായിരുന്ന ഒരു രാജമാഷ്, ആ രാജമാഷ് മുഖാന്തരം എൻ്റെ അച്ഛനെ സമീപിക്കുന്നു. അപ്പം ഞാൻ BEdന് പോയതേ ഉള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞ് മോള് BEdന് പോയിരിക്കുകയാണെങ്കിൽ അവൾ വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പം ഞാൻ വന്നതിന് ശേഷം വന്ന് കണ്ടു. അപ്പൊ ഈ ജയിലിൽ പോയ ആളതൊന്നും പറയുമ്പോ ടെൻഷനൊന്നും ഇല്ല? ഇല്ല, എൻ്റെ അച്ഛൻ തന്നെ ജയിലിൽ കിടന്നാണ്. അതുകൊണ്ട് ജയിലൊന്നും അങ്ങനെ ഒരു വിഷയമല്ല. ഞാനെല്ലാം സിനിമയിൽ കൂടിയിട്ടാണ് കേട്ടോ കമ്പയർ ചെയ്യുന്ന മുഴുവൻ. അറബിക്കഥ എന്ന് പറയുന്ന സിനിമയില് ശ്രീനിയങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും സാധാരണ ഭാര്യമാരായി മാറും. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലുമൊക്കെ തിരക്കുകളും പ്രശ്നങ്ങളും ജയില്, അടിപിടി, പോലീസിന്റെ മർദ്ദനം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവരൊരു സാധാരണ ഭാര്യയായി മാറി പാർട്ടിയിൽ നമുക്കൊരു പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കല്യാണം കഴിക്കാണ്ടിരിക്കണതാണ് നല്ലതെന്ന് ശ്രീനിയങ്ങളുടെ ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ആന്റിനെ കൊണ്ട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അയ്യോ വേണ്ട വിജയേട്ടാ, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത്, നമുക്ക് പ്രശ്നമാവും, അങ്ങനെ ആന്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എപ്പോഴും സപ്പോർട്ടാണ്. അതാണ് കറക്റ്റ്, ശരിക്കില്ല. അപ്പൊ അതിൽ പറഞ്ഞ ഡയലോഗ് ചൈനയിലും ക്യൂബയിലും ഒക്കെ മാത്രമേ നല്ല സ്ത്രീകളുള്ളൂ. അപ്പൊ അത് ഇത് സ്ക്രിപ്റ്റ് റൈറ്ററോട് പറഞ്ഞു കൊടുക്കണം, എന്താ കമലാന്റി ഇവിടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടാണ് അല്ലേ എല്ലാ കാര്യങ്ങളിലും. വീണയോടെ എങ്ങനെയാണ് അച്ഛൻ തല്ലാർക്കിന്റെ വഴക്ക് പറഞ്ഞില്ല? ഇതുവരെ തല്ലിയിട്ടില്ല. മക്കളതെന്താ ഒരു തല്ലുപോലും കൊടുക്കാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? വഴക്ക്
വഴക്ക് പറഞ്ഞിട്ടില്ല. വഴക്ക് പറഞ്ഞ വഴക്ക് പറഞ്ഞിട്ടില്ലല്ലോ, അത് ഇത്തിരി പറഞ്ഞു. വഴക്കായി പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതുപോലെ തന്നെ ചിരിച്ചോണ്ട് പറയും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി വന്നി ചെയ്താൽ പണിയാവുന്നല്ലേ. അതെ അതെ. പക്ഷെ ചെറുപ്പത്തിൽ വലിയ പേടിയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പിന്നെ വികൃതിയാണ് ഞാനാണല്ലോ എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം അച്ഛനോട് പറയാം, അച്ഛൻ്റെ പേരത്തല്ല, അപ്പം അച്ഛനോട് പറയുമ്പോൾ പുള്ളി അങ്ങ് വളരെ അങ്ങ് രണ്ടുപേരും ചേട്ടനും അങ്ങനെ. അതെ അതെ. അച്ഛനോട് പറയുമ്പോൾ പിന്നെ അങ്ങ് അച്ഛന് അന്നൊരു നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാ വികൃതി അങ്ങ് മാറ്റും. അച്ഛനോട് പറഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്നുള്ള അന്നേരം മനസ്സിലാവും. അപ്പൊ അച്ഛൻ വലിയ മന്ത്രിയൊക്കെ ആയിരുന്നു. അച്ഛൻ എപ്പോഴും വലിയ വലിയ പൊസിഷൻ അലങ്കരിക്കുന്ന ഒരാളാണ്. ശരിക്കും അത് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടാണോ വീണയ്ക്ക് വന്നിട്ടുള്ളത്, അതോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രൈവസിയോ, എപ്പോൾ എവിടെ പോയാലും വീണനെ പറ്റി പറയുന്നത് പിണറായി വിജയന്റെ മകളാണ് എന്നൊരു അതെന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവില്ല. ഇപ്പൊ കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് അറിയും. ഇപ്പൊ ടീച്ചേഴ്സ് എന്തായാലും ഇപ്പൊ സമയത്ത് പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് അറിയും, സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് അറിയും. പിന്നെ പ്രത്യേകിച്ച് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളോട് പറയും അച്ഛനൊന്ന് സ്കൂളിൽ കൊണ്ടുവരണേ, അച്ഛനൊന്ന് അങ്ങനെയുള്ള റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. വന്നിട്ടില്ല. വലിയ രീതിയിൽ അങ്ങനെ അച്ഛൻ്റെ മോളാന്നുള്ള രീതിയിലൊന്നും അധികം അറിയപ്പെട്ടിട്ടില്ല. പിന്നെ വേറൊരു ഘട്ടത്തിൽ അറിഞ്ഞു വന്ന ചിലപ്പോൾ അവരെ സമീപനം മാറാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഞാനായിട്ട് പറയാറില്ല, ഞാനായിട്ടും ആരോടും ഇങ്ങനെ ഇന്നയാളെ മോളാണ് അല്ലെങ്കിൽ അങ്ങനെ രണ്ടുപേരും പറയാറില്ല. ശരിക്കും മാതൃകാ പുരുഷൻ ജീവിതത്തിൽ അച്ഛൻ തന്നെയാണ് ഓൾവേസ്. അതെ അല്ലെ. എപ്പോഴും ഞാൻ അല്ലാതെ തന്നെ കേട്ടിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരായിരിക്കും. എന്റെ അച്ഛനെ പോലത്തെ ഒരാളിനെ വേണം എനിക്ക് കല്യാണം കഴിക്കാൻ, അങ്ങനെ നമ്മള് ആഗ്രഹിക്കും എന്ന് പറയും പെൺകുട്ടികളെല്ലാവരും. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അച്ഛൻ തന്നെയാണ് എല്ലാ സ്ട്രെങ്ത്തും ഐഡിയൽ മാൻ ഇൻ ലൈഫ്. അതെ അല്ലെ. അതൊരു വലിയ ക്രെഡിറ്റ് ആണ് അങ്കിളിന്. അതെല്ലാം നവ്യ പറഞ്ഞ പോലെ എല്ലാ പെൺകുട്ടികൾക്കും അച്ഛൻ തന്നെയായിരിക്കും. അപ്പോ അച്ഛന് ശരിക്കും മക്കളിൽ കൂടുതൽ ഇഷ്ടം വീണേനോടുന്നുണ്ടോ? അത് ചേട്ടനോടാണോ? അത് അമ്മക്കാണ്. രണ്ടുപേരോട് ഒരേ തരം. രണ്ട് കുട്ടികളും എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനത്തുനിന്ന് ഇറങ്ങി നേരെ കുറവൻകോണത്തുള്ള ഒരു വീട്ടിൽ പോയി താമസാക്കി. അപ്പോൾ അതേവരെയുള്ള മന്ത്രി പരിവാരോ കാര്യങ്ങളോ അതെല്ലാം ഒഴിഞ്ഞങ്ങ് പോവുകയാണല്ലോ. എന്നാൽ ഇവർക്കതൊന്നും ബാധിച്ചിട്ടില്ല. ഇവർ സാധാരണ നമ്മളെ വീട്ടിലെ അന്തരീക്ഷത്തിൽ ആണ് എപ്പോൾ നിന്നിട്ടുള്ളത്. അത് മന്ത്രിയായാലും എല്ലാം ആ അന്തരീക്ഷം അങ്ങനെ നിലനിൽക്കും. എനിക്ക് ശരിക്കും അങ്കിളിനെയും ആൻറ്റിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. കാരണം എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്ന പോലെ വീണയോടൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കണ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സിസ്റ്ററിനോടൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലാതെ എനിക്കെന്തോ ഒരു വലിയൊരു ടെൻഷൻസ് ഒരിക്കലും അല്ലെങ്കിൽ എന്തോ ഒരു വ്യത്യാസം നമ്മുടെ രീതിയിൽ നിന്നല്ലാതെ വേറൊരു രീതിയിലേക്ക് അങ്ങനെ നമ്മൾ വ്യത്യസ്തരാണ്. പക്ഷെ എന്നാൽ പോലും ആളുകളുടെ മനസ്സിൽ അങ്ങനെയല്ല. ആളുകൾ വേറെ എന്തോ ഒരു ഹൈറ്റിലാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല. അതാണ് നമ്മൾ എവിടെയാണ് നോക്കുന്നത് അവിടെ തന്നെ ഇപ്പോഴും നിൽക്കാണ്. ഏത് ലെവലിലെത്തുമ്പോഴും ആന്റി വലിയ കുക്കാണെന്ന് എനിക്കറിയാം. ആന്റിയുടെ ഇഷ്ടം പോലെ ആന്റിയുടെ കൊഞ്ചുണ്ടാക്കുന്ന റെസിപ്പിയാണ് എന്റെ വീട്ടിൽ ഇപ്പോഴും ചാലുവായിക്കൊണ്ടിരിക്കുന്നത്. വെളുത്തുള്ളി അരച്ച് ചേർക്കുന്ന ആന്റിയാണ് എന്നത് പറഞ്ഞത്. അപ്പൊ അതുപോലെ ബിരിയാണി ചിക്കൻ ബിരിയാണി ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുക. കാരണം കൊഞ്ചു പോലെ പെട്ടെന്ന് തീരില്ലല്ലോ. ഒരു ബുക്ക് ഫുൾ കമലവാൻഡി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ കുക്കിംഗ് അങ്കിളിനെ കുറിച്ച് എനിക്കിപ്പോ പുറത്തുനിന്ന് കിട്ടിയ ഇതാണ്. അതായത് മീൻ കഴിച്ചു കഴിഞ്ഞാൽ അങ്കിള് പറയുന്നത് ഇത് എവിടുന്ന് പിടിച്ച മീനാണ്. ശരിയാണോ? ആണോ? അതും ഒരു കിംവദന്തിയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അത് ശരി. അപ്പൊ കൂട്ടുകാരനെ പറഞ്ഞെന്ന് ആളുകളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞത് മീൻ കഴിച്ചു കഴിഞ്ഞാൽ പറയും ഇത് ഇന്ന മീനാണ് ഇന്നടത്തുനിന്ന് പിടിച്ചാണ്. ഞാൻ പറഞ്ഞു ഈശ്വര പിടിച്ചതൊക്കെ ഇങ്ങനെയാ പറയാ, വലിയ പാടല്ലേ. അപ്പൊ ആന്റി കുക്ക് ചെയ്യുമ്പോ കുറ്റം പറയാറുണ്ടോ? നന്നായിട്ടില്ലെങ്കിൽ പറയും. ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ട്, മോശമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയും. മോശമില്ലാതെ. പക്ഷെ ഇദ്ദേഹത്തിനേക്കാൾ ഒന്നുകൂടി ഈ ഫുഡ് എൻജോയ് ചെയ്യും മോനോട് ഞാൻ ചോദിക്കാം. മോനുള്ള സമയത്ത് മോനോട് ചോദിക്കും എന്താണ്. അപ്പൊ അവൻ അതിന്റെ ശരിക്ക് പറഞ്ഞു തരും എന്താണ് കുറവ്. ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വരില്ല, പക്ഷെ അവൻ പറയും നന്നായിട്ട്. എന്റെ അച്ഛൻ ഇതുപോലെ കുറെ അമ്മടുത്ത് അതില്ല ഇതില്ല എന്നൊക്കെ എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആരെന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാലും പറയും അയ്യോ ആന്റിയുടെ ഭക്ഷണം അടിപൊളിയായിട്ടോ അല്ലെങ്കിൽ ചേച്ചിയുടെ ഭക്ഷണം ഭയങ്കര നല്ലതായിട്ടോ എന്ന് എന്റെ അമ്മേനെ കുറിച്ച് പറയും ഓരോരുത്തര്.
അപ്പൊ പുറകെ നിന്നിട്ട് എൻ്റെ അച്ഛൻ പറയും എങ്ങനെ നന്നാവാതിരിക്കും, എത്ര കൊല്ലമായിട്ട് ഞാൻ കുറ്റം പറയുന്നത്, അപ്പൊ പിന്നെ നന്നാക്കാണ്ടിരിക്കാൻ ഒക്കോ എന്ന് പറഞ്ഞ പോലെ ആന്റിയുടെ ഈ കൈപുണ്യത്തിന്റെ രഹസ്യം കുറച്ചൊക്കെ ശരിയായില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കും. അല്ലേ തെറ്റ് പറ്റൂല്ലോ നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന എപ്പോഴും ശരിയായി വരണമെന്നില്ല. എന്തായാലും പറയും എന്തെല്ലാം നന്നായില്ലെങ്കിൽ പറയും അത്ര ശരിയായില്ല മോശമായി തന്നെ പറയും. വേറെ ഒരു കാര്യം ചോദിക്കാം, ഇങ്ങനെ സ്വകാര്യ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല, എന്നാലും പ്രശസ്തരായ ആളുകളുടെ സ്വകാര്യത അറിയുകയാണ് മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അങ്കിൾ ഒരു സ്നേഹനിധിയായ ഭർത്താവാണോ? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുറത്ത് കാണുന്ന ആളല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ഭാര്യമാർക്കാണല്ലോ ഭർത്താവിന് കൂടുതൽ അറിയാം. പുറത്ത് കാണുന്നല്ല അവരാ ഒരു അവരുടെ നില എന്താണ്, അവരെവിടെ ഇരിക്കുന്നു, ആ ബേസിലല്ലേ ആൾക്കാർ കണക്കൂട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര A to Z കാര്യങ്ങൾ ശ്രദ്ധിക്കും. പുറത്ത് പോകുമ്പോ ആന്റി അടുത്ത് പറയോ ഈ സാരി ഉടുത്താ മതി കമലം എന്നൊക്കെ പറയാം. അങ്ങനെ നീ ഇന്ന് സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയാം. സത്യം പറയണം പ്ലീസ്, സത്യം അല്ല എന്നോട് പറയും അത്ര അങ്ങനെ ഒരു വളരെ ഈ ഇതായിട്ടുള്ള ഡ്രസ്. കാരണം പുറത്ത് കാണുന്ന ആളല്ലാന്ന് എല്ലാരും അറിയട്ടെ. ഒരു അല്ല സുന്ദരിയായിരിക്കും ആ രീതിയിലല്ല പറയാ, നീറ്റായിട്ട് ഡ്രസ് ചെയ്യാന്നുള്ള ഒരു നിർബന്ധമുണ്ട്. പോകുമ്പോ എന്റെ ഭാര്യ എപ്പോഴും നല്ല നന്നായിരിക്കണം, അല്ല അത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അങ്കിളിനെ കുറിച്ച് പുറത്തുനിന്ന് കാണുമ്പോ എപ്പോഴും അങ്കിൾ ഇങ്ങനെ ഫുൾ ടൈം അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര കെയർലെസ് ആണ്, കെയർലെസ് ആയിട്ട് നടക്കുന്നതിലാണ് എന്തോ ഒരു പ്രത്യേകത. പക്ഷെ അങ്കിൾ എപ്പോഴും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണ്, നീറ്റാണ്, മുടിയെല്ലാം ചീകി ഒതുക്കി. പക്ഷെ രാവിലെ ചീകിയാല് അത് പിന്നെ ആ ചീര് മാത്രമേ ഉള്ളൂ. അതെ, പക്ഷെ നല്ല എനിക്ക് കാണുമ്പോഴെല്ലാം നല്ല ടിപ് ടോപ്പ് ആയിട്ടുള്ള, വൈകുന്നേരം വന്ന് വീട്ടിലിരിക്കുമ്പോഴും കാണുമ്പോഴും ഭയങ്കര ടിപ് ടോപ്പ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ നല്ല മൊബൈൽ യൂസ് ചെയ്യും, അങ്കിള് മെസ്സേജസ് അയക്കും, ഒക്കെ ചെയ്യില്ല. വളരെ മോഡേൺ ആയിട്ടുള്ള ആളുകളുടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്കിള് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്കിളിന് ഇപ്പൊ ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്കിള് പോയി നോക്കിയിട്ടുണ്ട്. സോഷ്യൽ സൈറ്റ്സ് ഞാൻ പോകുന്നില്ല. ഇല്ല 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 അതിലേക്ക് പോകുന്നത് നല്ലതാണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒക്കെ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? കാരണം ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. അപ്പൊ അങ്കിൾ ഒരു ബ്ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത്, കാരണം മാധ്യമങ്ങളാൽ വളച്ചൊടിക്കപ്പെടാത്ത യഥാർത്ഥ വ്യൂ, നമ്മളുടെ വ്യൂ പോയിന്റ് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും ബ്ലോഗിങ് ചെയ്യുമ്പോൾ. ഒരു ബ്ലോഗ് ഉണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ അത് വളരെ നല്ലൊരു, കാരണം ഇപ്പൊ ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് അല്ലെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആളുകളോട് കോൺടാക്ട് ചെയ്യാനും അവർക്ക് ഉള്ള ഐഡിയാസ് കൺവേ ചെയ്യാനും എല്ലാം അങ്കിളിൽ ഇങ്ങനെ ടെക്നിക്കലി വെൽ വേഴ്സ്ഡ് ആവുമ്പോ അങ്ങനെ ഒരു കാര്യം കൂടി വേണമെങ്കിൽ നോക്കാവുന്ന ഒരു കാര്യമുള്ളൂ അല്ലേ? ഇപ്പൊ അത് ആലോചിച്ചിട്ടില്ല. എനിക്ക് അങ്കിളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താ അറിയോ? സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അങ്കിൾ ആന്റീനെയും കൂട്ടി സിനിമയ്ക്ക് പോകാറുണ്ട് എന്നത്. സിനിമ കാണാൻ സമയം കിട്ടാറുണ്ടോ? സിനിമ അപൂർവമായിട്ടേ കാണാറുള്ളൂ, അപൂർവമായിട്ട് ഞങ്ങൾ പോകാറുണ്ട്. അതെ, അതൊട്ട് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും, അങ്ങനെ സിനിമ കാണാൻ പോകാറ്. ഏത് തരം സിനിമയാണ് അങ്കിളിന് ഇഷ്ടം? നല്ല സിനിമയൊക്കെ ഇഷ്ടപ്പെടല്ലേ? ഇഷ്ടമാണ്. എന്റെ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ? ഏത് സിനിമ? നന്ദൻ തുടങ്ങി നവ്യ അഭിനയിച്ച കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. നന്ദൻ. അപ്പൊ നന്ദൻ എൻജോയ് ചെയ്യാൻ പറ്റും അങ്കിളിന്? കാരണം അതിലിങ്ങനെ ദൈവം വരുന്നു എന്നൊക്കെ ഉള്ള ഒരു ആ കുട്ടിയുടെ തോന്നലായിട്ടാണ് കാണിക്കുന്നത്, ഒരു സിൻഡ്രല്ല സ്റ്റോറി പോലെ. അപ്പൊ അത് എനിക്ക് കാണുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാകാറില്ല. ഇഷ്ടമാണ് അല്ലേ? അച്ഛൻ അങ്ങനത്തെ മൂവീസ് കാണാൻ ഇഷ്ടമാണ് തോന്നിയാണ്. ദൈവത്തിൻ്റെതും പിന്നെ ദൈവത്തിന്റെയും പാമ്പിന്റെയും ഒക്കെ ആള് മാറുന്നതും പ്രത്യേക കഴിവ് നേടുന്നതും അങ്ങനെ സിക്സ്ത് സെൻസ് ഉള്ളതും അങ്ങനത്തെ ഒക്കെ സിനിമകൾ ഇഷ്ടമാണ്. അത് ശരി. അമാനുഷിക ശക്തിക്കുള്ള സിനിമകൾ ഇഷ്ടമാണ്. ഓക്കെ, അത് പുതിയ അറിവാണ് എല്ലാവർക്കും അല്ലെ, ആർക്കും അറിയാത്തൊരു കാര്യമാണ് അത്. ശരിക്കും നമുക്ക് ഈ ഈശ്വരനിലുള്ളൊരു വിശ്വാസമൊക്കെ വരുന്നത് നമ്മുടെ അമ്മയച്ഛനും ഒക്കെ. ഇപ്പൊ എന്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും അമ്പലത്തിൽ പോവും. എൻ്റെ അച്ഛൻ പക്ഷെ അധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ എന്ന് പറയാം. അച്ഛൻ ചിലപ്പോൾ കാറിൻ്റെ തന്നെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ പണ്ട് ബൈക്കിൽ പോകുമ്പോൾ ബൈക്കിലിരിക്കും, നിങ്ങൾ പോയി തൊഴുതിട്ട് വരാം. അങ്ങനെ ഫുൾ ടൈം അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അച്ഛൻ. പോയാൽ തന്നെ അത് ഇങ്ങനെ ഒന്ന് കാണിക്കും, അച്ഛൻ പ്രാർത്ഥനയും നിർത്തും. അത്രേ ഉള്ളൂ അച്ഛൻ്റെ പ്രാർത്ഥന. അച്ഛൻ എന്തോ ഒരു പ്രാർത്ഥനയും പറയും, ഇട്ടിക്കും കുട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രാർത്ഥന. അത്രേ ഉള്ളൂ അച്ഛൻ, ഒരു സെന്റൻസ് അച്ഛൻ പറയുള്ളൂ എന്ന്. അപ്പോൾ പക്ഷെ അമ്മ ഒരുപാട് ദൈവവിശ്വാസിയായിട്ടുള്ള ആളാണ് എൻ്റെ അമ്മ. എങ്ങനെയാണ് അങ്കിളിന് അമ്മയും അച്ഛനും ഒക്കെ അവർ രണ്ടുപേരും ബിലീവേഴ്സ് അല്ലായിരുന്നോ ആദ്യമേ? അമ്മയായിരുന്നു കഠിന ഭയങ്കര വിശ്വാസി. അതിന്റെ കഥകള് നമ്മൾ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വല്ലാതെ സ്വാധീനിക്കുമല്ലോ. അപ്പോ പ്രേതം ഇന്നേ വഴിക്ക് വരുന്നു, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ളതുണ്ട്. വയലൊക്കെ ഉള്ളപ്പോഴാകുമ്പോ തീവാസികളെന്നല്ല മർദ്ദ പറയുന്നത്. അത് ഓരോ സ്ഥലത്ത് ഓരോ പേരുണ്ടാവും. അങ്ങനെ
പല തരത്തിലുള്ള കഥകൾ. അപ്പോൾ ആ കഥകൾ കേട്ടിട്ടുള്ള ഒരു ഭയം വല്ലാതെ എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അത് ഹൈസ്കൂളിൽ എത്തുന്നത് വരെയുണ്ട്. ഹൈസ്കൂളിലെത്തിയപ്പോൾ ഒരു ആദ്യത്തെ ഒരു ആത്മഹത്യ കെട്ടിത്തൂങ്ങിയ ഒരാളെ കാണുന്നത് ഞാൻ അവിടെ നിന്നാണ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ വലിയ പ്രയാസമായിരുന്നു. അത് പിന്നെ ഇങ്ങനെ ആക്കിയിട്ടായിരിക്കില്ലേ പിന്നെ നാവിലേശം നീട്ടിയല്ലായിട്ടുള്ള. അപ്പോൾ പിന്നെ അത് മാറുന്നത് പിന്നെ കുറച്ച് നമ്മൾ അങ്ങ് മാറുമല്ലോ. കുറച്ച് ബോധമൊക്കെ വന്നതിന് ശേഷം ബോധപൂർവം ശ്രമിച്ചിട്ടാണ്. അത് ഡെഡ് ബോഡികൾ പോയി തൊടുക ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആണ് മാറ്റുന്നത്. അങ്ങനെ പിന്നെ തണുത്തിരിക്കും. രാത്രി രാഷ്ട്രീയ പ്രവർത്തനം ശരിക്കും ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അത്തരം ചില ശ്രമങ്ങൾ തുടങ്ങി. പിന്നെ രാത്രി വൈകിട്ട് ചില പരിപാടികളിൽ നിന്ന് ഈ ഭൂതപ്രേതമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തു കൂടി നടന്നു വരിക. അപ്പോൾ ഒറ്റക്കാതെ അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മരം ഒന്ന് കുലുങ്ങി, എന്തോ പക്ഷി പറന്നായിരിക്കും. അപ്പോൾ അത് പക്ഷി പറന്നായിരിക്കും എന്നൊരു തോന്നൽ വന്നു. അല്ലെങ്കിൽ അവിടെ തന്നെ പരിക്കുമല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെയൊക്കെയുള്ള ശ്രമത്തിലൂടെയാണ് പിന്നെ മാറ്റുന്നത്. ഇന്ന് വരെ ഇപ്പൊ പ്രേതത്തിനെ കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ കാണാൻ പോയിട്ടേ ഇല്ല, അതുകൊണ്ട് അറിയില്ല. അങ്ങനെ പോയിട്ടും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സംഭവം ഇല്ല അല്ലേ? ശരിക്കും എനിക്ക് പ്രേതങ്ങളെക്കാട്ടിലും പേടി കള്ളന്മാരായിരുന്നു. അപ്പോൾ പിന്നെ അതിന്റെ രണ്ടാമത്തെ ജനറേഷന്റെ കഥയുണ്ട്. എൻ്റെ അമ്മ മരണപ്പെട്ടു. അപ്പോൾ വീട്ടിലെ അമ്മ കിടക്കുന്ന അകം, ആ മുറിയിൽ അമ്മ കിടന്ന കട്ടിൽ, ഇവർ രണ്ടുപേരും, മക്കൾ രണ്ടുപേരും ഒരു മുറിയാണ് അതുവരെ അവകാശപ്പെട്ടത് അവർക്ക്. അപ്പോൾ വീണ അമ്മ മരണപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ ആ രാത്രി ഞാൻ അച്ഛമ്മേൻ്റെ കട്ടിൽ കിടക്കാറ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു രീതി വെച്ചിട്ട് ഒരു മരണപ്പെട്ട കട്ടിലിൽ നമുക്ക് കിടക്കാനൊരു വല്ലാത്ത പ്രയാസം ഉണ്ടാവുമല്ലോ. ഒരു മരണപ്പെട്ടതല്ലേ ഉള്ളൂ. അപ്പോൾ രാമലെ ഇങ്ങനെ എന്നെ നോക്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് വീണ ആ കട്ടിൽ കിടന്നാക്കി. ഏട്ടൻ്റെ മകളുണ്ടായിരുന്നു, അവൾക്കപ്പോൾ അവൾ എമ്മയ്ക്ക് പഠിക്കുക. അപ്പം അവളും കിടന്നു. അവൾ കിടന്നപ്പോൾ അസമയാകുമ്പോൾ അവൾക്ക് പേടി. അവൾ മെല്ലെ എഴുതേക്കാൻ തുടങ്ങി. അവളെന്നിട്ട് മാറി നമുക്ക് കൊച്ചാവുമ്പോ പേടി വളരുന്ന അന്തരീക്ഷമാണ് അതിന്റെ പ്രശ്നം. ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ നിരീശ്വരവാദി ആവണമെന്നുണ്ടോ? അല്ല, അതല്ല. ഈ കാവിലൊക്കെ പോകുന്നത് വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല. കുറേ ആളുകൾ കൂടുന്നു, അവിടെ എല്ലാവരും എത്തിപ്പെടുന്നു. കുറേ പേര് അവർക്ക് പിന്നെ എന്താ പൈസയൊക്കെ കൊടുക്കുന്നവരുണ്ടാവും, നേർച്ച കൊടുക്കുന്നവരുണ്ടാവും, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. എന്നാൽ അങ്ങനെയല്ലാത്ത ധാരാളം ആളുകൾ അവിടെ എത്തുകയല്ലേ, ഒന്നുമില്ലാത്തവർ. അത് പ്രത്യേക പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും പോകുന്നതല്ല. ഇപ്പം ഞാനൊക്കെ പോയിരുന്നത് എല്ലാ പോയ കാലത്തും പ്രത്യേകിച്ച് പ്രാർത്ഥനയോടെ പോയതല്ല. അവിടെ അങ്ങ് എത്തിപ്പെടുക, അതൊരു രസമാണ്. അതെ 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 അതെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ, പിന്നെ അമ്പലങ്ങൾ, അതിലെത്തിപ്പെടുന്ന ധാരാളം ആളുകൾ. ചില ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പിന്നെ ആരാധനാലയങ്ങൾ തന്നെ അത് ആ നാട്ടിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കൂടിച്ചേരുന്നതിൻ്റെ ഒരു സ്ഥാനമാണ്. അപ്പോൾ ആ തരത്തിൽ ആളുകൾ എത്തിപ്പെടുന്നുണ്ട് കുറേ പേര്. കാലത്ത് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. കാല് തല്ലി തകർത്തു അല്ലേ, അങ്ങനല്ലേ എന്തൊക്കെയോ. അപ്പൊ എന്താണ് ഒരു മാനദണ്ഡം ഇല്ലാതെ വെറുതെ പിടിച്ച് ജയിലിലിടുകയൊക്കെ ചെയ്തു. എത്ര നാള് ജയിലിൽ കിടന്നു? അവിടെ എന്തൊക്കെ ചെയ്തു? ജയിലിലിരുന്നിട്ട് പിന്നെയും ഭാവി കാര്യങ്ങളൊക്കെ തീരുമാനിക്കലൊക്കെ ഉണ്ടാവുമല്ലോ, കാരണം എല്ലാം ഒരു ഗ്രൂപ്പായിട്ടായിരിക്കുമല്ലോ ഇടുക. എന്താ ചെയ്തിട്ടുള്ളത് ജയിലിൽ? എത്ര കൊല്ലം കിടന്നു? 1.5 വർഷം ജയിലിൽ കിടന്നു. 1.5 വർഷം ആയിരുന്നു അതിൻ്റെ പീരീഡ്. ഞങ്ങളെല്ലാവരും. അതാ KSYF സമയത്താണോ? അല്ല, ഞാൻ MLA ആയിരിക്കുന്ന സമയമാണത്. MLA ആയിരിക്കുന്ന സമയമാണ് അത്. KSYF ഒക്കെ ആയിട്ടുള്ള ആ പ്രായമാണ്. ആ പ്രായത്തിൽ ചെറുപ്പത്തിൽ തന്നെ MLA. അതെ അതെ അതെ. അത് 71 70. ഇത് 75-ലാണല്ലോ അറസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത്. ആദ്യത്തെ ദിവസം തന്നെ അവർ അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിലയായിരുന്നു. കൂത്തുപറമ്പ് MLA ആണ് ഞാനന്ന്.
കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെളിച്ചമുണ്ടാവില്ല, അതിനകത്ത് വെളിച്ചമില്ല. പുറത്തെ വരാന്തയിലെ വെളിച്ചം കുറച്ച് അതിനകത്തടിക്കും. പിന്നെ അവിടെ ഒരു പായയുണ്ട്, ആ പായയിട്ട് ഞാനവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അധികം താമസമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ സിവിൽ ഡ്രസ്സിലാണ് അവർ കടന്നു വന്നു. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ അവർ കടന്നു വരുമ്പം തന്നെ ലോക്കപ്പിനകത്തേക്ക് ആരും വരേണ്ട കാര്യമില്ലല്ലോ. എന്നെ ലോക്കപ്പ് ചെയ്യലാണെങ്കിൽ അവിടെ ഞാൻ കടന്ന് ഉറങ്ങുകയല്ലേ വേണ്ടു. അപ്പോൾ ഈ വരുന്നത് ഉപദ്രവിക്കാനാണെന്ന് വ്യക്തം തന്നെ. അപ്പോൾ ഇവരിങ്ങ് കടന്ന് വരുമ്പം ഞാനങ്ങ് എഴുന്നേറ്റു. എന്താ പേരെന്ന് ചോദിച്ചു. പേര് വിജയൻ. എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ആ വിജയൻ എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഈ വന്നതിലൊരുത്തൻ എന്നെ തല്ലി. അപ്പം ഞാനിങ്ങനെ ഈ 2 കൈയും ഇങ്ങനെ വെക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോഴേക്ക് വേറൊരാൾ കൂടി കടന്നു. അല്ല, ഈ 2 പേരും തല്ലി ലേശം ക്ഷണിക്കുമല്ലോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നിർത്ത്. അപ്പോൾ തല്ല് കൊണ്ടിട്ടൊന്നും ഞാൻ വീഴുന്നില്ല. അപ്പോൾ എന്താ ഇവൻ വീഴാത്തത്? ഞാൻ വീഴ്ത്താന്ന് പറഞ്ഞു ഇവൻ. അങ്ങനെ അവനൊരു പ്രഖ്യാപനത്തോടെ എന്നെ വീഴ്ത്താനാണ്. അപ്പോൾ എന്തോ പിടുത്തത്തിലൂടെ വീഴ്ത്തുന്നൊരു പരിപാടിയുണ്ട്, അങ്ങനെ ശ്രമമാണ്. ലോക്ക് ചെയ്ത് പിടിച്ചിട്ടില്ല, അങ്ങനെ വീഴ്ത്താനുള്ളൊരു ശ്രമം. അപ്പൊ നമുക്കും വീഴൂല. അപ്പോൾ ഇവൻ വന്ന് എന്നെ പിടിക്കാൻ നോക്കുകയാണ്. അപ്പം ഞാൻ അവിടുന്ന് മാറി ഇപ്പുറം നിന്നു. ഞാൻ പറഞ്ഞു, നീ എന്ത് വീഴ്ത്താനടാ, നീ വീഴ്ത്തുന്നു. പിന്നെ പൂരം, അതിഭയങ്കരമായ അടി. ഇവർ 2 ആളും ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. അതിന് ഈ പറച്ചലിങ്ങനെ നടക്കുന്നുണ്ട്, പറച്ചൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അടിയും ഇങ്ങനെ കൊള്ളാതിരിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കുക. പക്ഷേ ഈ ഭാഗത്ത് മാത്രമല്ലേ കൊള്ളാതിരിക്കൂ, പുറത്ത് മറ്റുള്ളിടത്തെല്ലാം കൊള്ളുമല്ലോ. അപ്പോഴേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. ഒരു 3 പേര് കൂടിയുള്ള തല്ലായി. അപ്പോൾ ആ തല്ല് ചിലപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൊള്ളും, നെറ്റിക്ക് ഇങ്ങനെയൊക്കെ കൊള്ളും. അപ്പോൾ അങ്ങനെ തല്ല് കൊള്ളുമ്പോൾ ഒരു മിന്നൽ പോലെ ഇങ്ങനെ കാണും. അപ്പോൾ ഒരു ഘട്ടമായപ്പോൾ വീണുപോയി. എന്തായാലും അങ്ങനെ ഒരു, പക്ഷെ ആന്റിക്ക് പലപ്പോഴും സന്തോഷം തോന്നാറില്ലേ? പക്ഷെ ജോസഫ് തോമസിനെ പിന്നെ ഒരു ദിവസം എനിക്ക് കിട്ടി. അയ്യോ, അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഇവരെല്ലാം പിന്നെ സല്യൂട്ട് അടിച്ചിട്ടുണ്ടാവല്ലോ അല്ലേ? അല്ല, അത് ജോസഫ് തോമസ് ഒരു ദിവസം, അന്ന് IG ആണ് അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ സെൻട്രൽ ജയിലിൽ വന്നു. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറയുന്നത് കൃത്യമായി ടൈം ടേബിൾ വെച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ നടന്ന് വരുമ്പോഴാണ് ഈ ജോസഫ് തോമസ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ കുളിക്കുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നു, മുറ്റാണ്, ആ മുറ്റത്ത് ഇയാൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം ഇവരെ കാണുകയാണ്. മിസ്റ്റർ തോമസ് എന്ന് വിളിച്ചു ഞാൻ. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ കാലിങ്ങനെ പൊക്കി കാണിച്ച്, ഈ കാലായിരുന്നു പിന്നെ അടിച്ച് പൊട്ടിപ്പോയത്. ഇതിങ്ങനെ പൊക്കി, ഇതിപ്പോൾ ശരിയായി, കാല് ശരിയായി കേട്ടോ. ഇതൊക്കെ ഞങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ്. ഇതൊക്കെ ചിലപ്പോൾ ലോക്കപ്പിൽ വെച്ച് തല്ലുകൊള്ളുക, ജയിലിൽ വന്ന് കിടക്കുക, ജയിലിൽ വന്നാലിങ്ങനെ അലക്കുക, കുളിക്കുക. ഇനിയും ഇറങ്ങും, നമുക്ക് വേണമെങ്കിൽ ഇനിയും കാണാം പുറത്തിറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഞാൻ നടന്നങ്ങ് പോയി. അല്ല മിസ്റ്റർ വിജയൻ, ഞാൻ ഒരക്ഷരം പറയണ്ടെന്ന് പറഞ്ഞ്, ഒരക്ഷരം അതിനെപ്പറ്റി വിശദീകരിക്കണ്ട. ഇതാ പറഞ്ഞ്, ഒരക്ഷരം വിശദീകരിക്കണ്ട, നമുക്കിറങ്ങിയാൽ വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കാണാം എന്നും പറഞ്ഞ് ഞാനങ്ങ് പോയി. അപ്പോൾ ജയിലിലുണ്ടായിരുന്ന നമ്മുടെ മുതിർന്ന സഖാക്കളും മറ്റു പാർട്ടിക്കാരും അവരൊക്കെ ഞാൻ എന്ത് പറഞ്ഞു കളയുമെന്നുള്ള ഭയപ്പാടിലായിരുന്നു, ഒരു സംഭ്രമത്തിലായിരുന്നു.
ഇത് കഴിഞ്ഞിട്ട് അവരെന്നെ എല്ലാവരും അനുമോദിക്കുകയും ചെയ്തു. അത് വളരെ പറ്റി, അത്രയും പറഞ്ഞത് വളരെ നന്നായി, പറഞ്ഞില്ലെങ്കിലായിരുന്നു മോശം. അങ്കിള് പിന്നെ ഇന്റർനെറ്റിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇന്റർനെറ്റിൽ കണ്ടു അങ്കിളിന്റെ വീട് വലിയ ബംഗ്ലാവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്നിട്ട് ജെവിക്കേച്ചന്റെ കല്യാണത്തിന് വന്നപ്പോഴും ബംഗ്ലാവ് കണ്ടില്ല കേട്ടോ അവിടെ. അതേപോലെ ഈ അടുത്ത് ഈ ഇന്റർനെറ്റിലെ ഇതൊക്കെ കാരണമായിരിക്കും മഹാശ്വേത ദേവി അവരുടെ ഒരു പ്രസ്താവനയിലും കത്തിലും ഒക്കെ ഉണ്ടായിരുന്നു വീടിനെ പറ്റി, അങ്കിളിനെ ചുറ്റിപ്പറ്റി എന്തോ ദുരൂഹതയുണ്ട്. അങ്കിള് തുറന്നൊരു മറുപടി കത്ത്, പിന്നെ ക്ഷമാപണം. എന്താ അങ്കിളിന് ഇതിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്? ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷെ അവര് പറയേണ്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു അതല്ല, ഞാൻ വീട്ടിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യത്തെ എൻ്റെ വീട് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ താമസിച്ച വീട് അടിയന്തരാവസ്ഥയിൽ ജയിലിലുള്ളപ്പോഴാണ് അതിൻ്റെ പണി തീരുന്നത്. ആ പുതിയ വീടിൻ്റെ പണി തീരുന്നത്. അത് അവിടെയുള്ള സഖാക്കളാണ് പണിക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പൂർത്തിയായിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ അതിനെപ്പറ്റി വാർത്തയുണ്ടായിരുന്നു. അത് വാർത്ത എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ രാഷ്ട്രീയ എതിരാളി എപ്പോഴും കോൺഗ്രസ് ആണല്ലോ പ്രധാനം. കോൺഗ്രസ്സുകാരുടെ ചില പൊതുയോഗങ്ങളിൽ ഭയങ്കര വീടെടുത്തിരിക്കുകയാണ് എന്ന പ്രചരണം. അപ്പോൾ പ്രചരണം കേട്ട് ഒരാൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനവിടെ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വന്ന് എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഇയാൾ അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അകത്ത് കയറി ഇങ്ങനെ നോക്കുമ്പോൾ ആ ഘട്ടത്തിലുള്ള സ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഈ മച്ചില്ല. നേരെ 2 ഫ്ലോറായിട്ടുള്ള വീടാണ്, പക്ഷെ അതിന് മച്ചിട്ടിട്ടില്ല. അപ്പോൾ നേരെ മേലെ കാണും. അപ്പോൾ ഇയാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല ഈ ആകാശം കാണുന്ന വീടിനെ പറ്റിയാണോ ഇത്ര ഭയങ്കര വീടാണെന്ന് പറയുന്നത് എന്ന്. ആ വീട്ടിന് പിന്നെയാണ് ഓരോന്നായിട്ട് തീർക്കുന്നത്. ഈ ഓണത്തിന് ഇത്രയും വലിയൊരു വേദി എനിക്ക് ഒരുക്കി തന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമാണ് അങ്കിളിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം. അതിന് കൈരളി TV-യോട് 1000 നന്ദി എനിക്കുണ്ട്. അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പാകത്തിനെന്ന് തോന്നിയ ഒരു 4 വരി കവിത ഞാൻ ചൊല്ലാം. അങ്കിളിന് ഇഷ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലെൻ്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ.